Good evening, students. Good evening, everybody. കോവലന്റ് റേഡിയസ് വരെയല്ലേ നമ്മൾ പഠിച്ചിരുന്നത്? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. കോവലന്റ് റേഡിയസ് നമ്മൾ പറഞ്ഞായിരുന്നോ? നമ്മള് കോവലന്റ് റേഡിയസ് വരെയാന്ന് തോന്നുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? ഓർക്കുന്നുണ്ടോ നമ്മൾ പഠിച്ചതൊക്കെ? നിങ്ങള് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? പഠിച്ചോ എല്ലാരും? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? കോവലന്റ് റേഡിയസ് വരെ നമ്മൾ പഠിച്ച ആർക്കെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യാമോ എന്താണ് കോവലന്റ് റേഡിയസ് എന്നുള്ളത്? ആർക്കെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? Graph of the distance between two nuclei of two like atoms banded together by a single covalent bond. എന്താ അതിന്റെ അർത്ഥം? കോവലന്റ് മോളിക്യൂള് അല്ലേ? ഒരു കോവലന്റ് മോളിക്യൂളിന്റെ എക്സാമ്പിൾ പറയാവോ? ഒരു കോവലന്റ് മോളിക്യൂളിന്റെ എക്സാമ്പിൾ. Oxygen. O2, Cl2, F2, I2 ഇതൊക്കെ കോവലന്റ് മോളിക്യൂളാ അല്ലേ? സെയിം ആറ്റം, സെയിം ആറ്റംസ് അല്ലേ? അപ്പൊ അവര് തമ്മിൽ ഉണ്ടാകുന്ന ബോണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് ആറ്റങ്ങളുടെ ഇടയിലുള്ള ന്യൂക്ലിയസിന് ഇടയിലുള്ള ദൂരം അതിന്റെ ഹാഫ് എടുത്താൽ മതി നമുക്ക് അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ്. അതാണ് കോവലന്റ് റേഡിയസ്. പരീക്ഷയ്ക്ക് കോവലന്റ് റേഡിയസ് ചോദിക്കുന്ന കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയെടുക്കുമായിരുന്നോ? എഴുതിയെടുക്കാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുത്തേക്കണം. എസ്പെഷ്യലി ഇത് നോൺ മെറ്റൽസിന്റെ കേസിലാണ് കോവലന്റ് റേഡിയസ് ചോദിക്കുന്നത്. എഴുതിയെടുക്കാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണേ. ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയർ. ഇതിപ്പം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ഈ പടം വരച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ, കോവലന്റ് റേഡിയസ്. സോ അതും നല്ലതാണ്. ഈ ഒരു ഇമേജ് എപ്പോഴും കോവലന്റ് റേഡിയസും മെറ്റാലിക് റേഡിയസും വാണ്ടർവാൾസ് റേഡിയസും ഒക്കെ ചോദിക്കുമ്പം ഈ ഇമേജും കൂടെ നിങ്ങൾ വരച്ചു വെക്കണം. അപ്പൊ ഫുൾ മാർക്ക് കിട്ടും. ഞാൻ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പറഞ്ഞതാ. എൻട്രൻസ് ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത് അങ്ങനെ ചോദിക്കാറില്ല. കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ശരി, ക്ലാസ്സിലുള്ളവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ സീയിങ്, വി ആർ ലേണിംഗ്? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് പോർഷനാണ്. നമ്മൾ മെയിൻ ഭാഗത്തേക്ക് വന്നു. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്ത്. എവറിബഡി ഇൻ ദ ക്ലാസ്. Ivan, Reggie, Alencia, Alina, please respond. Please respond, my children. Everybody. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. Everybody in the class. ആരും ഐഡിയൽ ആയിട്ട് ഇരിക്കാൻ പാടില്ല. Those who are in the class, kindly respond in the chat box. Okay, so everybody finished? നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞോ? Yes. Okay, Deepu, Tony, John Paul Alex, Elvin P, finished. Okay, ഇനി അടുത്ത പോയിന്റ്. Crystal radius or metallic radius. Crystal radius or metallic radius. Half of the distance between
nuclei of two adjacent metal atoms in the metallic close packed crystal lattice, and this is used for metals. ഇപ്പൊ മെറ്റാലിക് റേഡിയസ് പറയുവാണെങ്കിൽ നമ്മൾ നോൺ മെറ്റലിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ രണ്ട് നോൺ മെറ്റലിന് പകരം രണ്ട് മെറ്റൽ ആയിരിക്കും. ആ മെറ്റലിന്റെ കണ്ടോ ന്യൂക്ലിയയുടെ ഇടയിലുള്ള സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ് കേട്ടോ, രണ്ട് സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ്. ഈ ആറ്റത്തിന്റെ സെന്റർ ഓഫ് ന്യൂക്ലിയസും സെക്കൻഡ് ആറ്റത്തിന്റെ സെന്റർ ഓഫ് ന്യൂക്ലിയസും തമ്മിലുള്ള ദൂരം കണ്ടോ, അതാ പറഞ്ഞിരിക്കുന്ന ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് ടു അഡ്ജസന്റ് മെറ്റൽ ആറ്റംസ് ഇൻ ദ മെറ്റാലിക് ക്ലോസ് പാക്ഡ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ലാറ്റിസിലാണല്ലോ മെറ്റൽ ഇരിക്കുന്നത്. ക്രിസ്റ്റൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഓരോ മെറ്റൽ ആറ്റങ്ങളും ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ അടുത്ത വർഷം പഠിക്കും സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരച്ചു പഠിക്കാനൊക്കെ ഉണ്ട്. ക്രിസ്റ്റൽ ലാറ്റിസ് 3D അറേഞ്ച്മെന്റ് ഉണ്ട്, ക്ലോസ് പാക്കിംഗ്, ഡിഫറെന്റ് സ്ട്രക്ചർ ഉണ്ട്, കാറ്റയോൺ ആനയോൺ എന്നൊക്കെ പറഞ്ഞ് ഓരോ ലാറ്റിസ് സൈറ്റിലാണ് അയോണുകളൊക്കെ ഇരിക്കുന്നത് മെറ്റൽസിന്റെ. അതിനെയാ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ക്രിസ്റ്റൽ റേഡിയസ് അല്ലെങ്കിൽ മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റൽസിന്റെ കേസിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതുകൂടെ നോട്ട് ചെയ്യുക കേട്ടോ, ക്രിസ്റ്റൽ റേഡിയസ് ഓർ മെറ്റാലിക് റേഡിയസ്. ഐവിൻ റിജി നോട്ട് ചെയ്യുന്നുണ്ടോ? എലീന? ഓക്കെ. അഭിഷേക് സജി, അഭിഷേക് നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ നിങ്ങൾ നിങ്ങളുടെ നോട്ട്സ് എഴുതി പോകാനായിട്ട് നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ അനുസരിച്ചാണ് സമയം തന്ന് നമ്മൾ എഴുതുന്നത് കേട്ടോ. സോ കൈൻഡ്ലി ഫോളോ ആൻഡ് ഇഫ് എനി ഡൗട്ട് ഇൻ ബിറ്റ്വീൻ കംസ് പ്ലീസ് ആസ്ക് ആൻഡ് മേക്ക് ഇറ്റ് ക്ലിയർ കേട്ടോ. അതെല്ലാം ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, ഫിനിഷ്ഡ് എവരിബഡി? കഴിഞ്ഞെങ്കിലൊന്ന് പറയണേ നിങ്ങള് എഴുതി കഴിയുമ്പോൾ. ഓക്കെ, ഇതെല്ലാം നമ്മുടെ നോട്ട്സ് ആണ് കേട്ടോ. നിങ്ങൾ നോട്ടായിട്ട് വിചാരിക്കേണ്ട ഭാഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഞാൻ ഈ തരുന്നതല്ല, അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും എഴുതുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ആവശ്യമുള്ളതും റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പൊ NCERT-ക്കകത്ത് ഒരുപാട് ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് വായിക്കാം പേഴ്സണലായിട്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ളതുമാണ് ഞാൻ പവർ പോയിന്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ആൻസ് ജോസഫ് എഴുതി കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ്, വാൻ ഡെർ വാൾസ് റേഡിയസ്. Half of the distance between nuclei of two non-bonded neighboring atoms of two adjacent molecule in the solid state. ഇപ്പോൾ ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, രണ്ട് ആറ്റങ്ങളാണ് ഒരു മോളിക്യൂള് അല്ലെ? അപ്പം ഈ വാൻ ഡെർ വാൾസ് റേഡിയസ് ഒക്കെ നമ്മൾ മെയിൻ ആയിട്ടും പറയുന്ന നോബിൾ ഗ്യാസസിന്റെ കേസിലാണ്. ആൻസിന് അറിയാവോ നോബിൾ ഗ്യാസസ് ആരാന്ന്? ആരായി നോബിൾ ഗ്യാസസ്? നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. നോബിൾ ഗ്യാസസ് എത്രാമത്തെ ഗ്രൂപ്പിലുള്ള ആളുകളാണ്? എനിബഡി ഇൻ ദ ക്ലാസ് ക്യാൻ യു സേ? 18ാമത്തെ ഗ്രൂപ്പ്. വെരി ഗുഡ്. 18ാമത്തെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ് നോബിൾ ഗ്യാസസ് അല്ലെ? വാൻ ഡെർ വാൾസ് റേഡിയസ് നമ്മൾ ഈ നോബിൾ ഗ്യാസസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, അഡ്ജസന്റ് മോളിക്യൂൾ എന്ന് പറയുമ്പോ ഒരു ഉദാഹരണം കാണിക്കും. ഇതൊരു മോളിക്യൂളാ, ഇത് വേറൊരു മോളിക്യൂളാ, ഡിഫറെന്റ് മോളിക്യൂളാ. ഇപ്പൊ ടു നോൺ ബോണ്ടഡ് നെയ്ബറിംഗ് ആറ്റം എന്ന് പറഞ്ഞാൽ ഈ ആറ്റവും അതായത് ഈ AB-യിലെ ബിയും അടുത്ത മോളിക്യൂൾ എയും ഇവർ തമ്മിലുള്ള ദൂരം, അതിന്റെ ഹാഫ്. മനസ്സിലായോ? രണ്ട് ഡിഫറെന്റ് മോളിക്യൂളിനകത്തെ ആറ്റങ്ങൾക്ക് ഇടയിലുള്ള ന്യൂക്ലിയസിന്റെ ഹാഫ് ദ ഡിസ്റ്റൻസ്, അതാണ് വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറയുക. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വാൻ ഡെർ വാൾസ് റേഡിയസിനകത്തെ ഇപ്പുറത്ത് ഒരു ആറ്റം കൂടി ഉണ്ട്, അതിന്റെ ഒരു ആറ്റവും ഇപ്പുറത്ത് വേറൊരാൾ കൂടി ഉണ്ട് ഇയാൾക്ക്, അതിന്റെ ഒരാറ്റവും. ഈ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഡിഫറെന്റ് മോളിക്യൂളിനകത്തെ ആറ്റങ്ങളാണ് ഇവർ തമ്മിൽ.
ഇവർ തമ്മിലുള്ള ന്യൂക്ലിയസിന്റെ ഇടയിലുള്ള ദൂരം, അതാണ് വാണ്ടർവാൾസ് റേഡിയസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വാണ്ടർവാൾസ് ഇന്ററാക്ഷൻസ് എന്ന്. ആ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലേക്ക് ഒന്നും എത്തിയില്ലല്ലോ, അവിടെ പഠിച്ചോ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചോ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്, പഠിച്ചോ നിങ്ങൾ? അതില്ലായിരിക്കും. ഡു യു? അപ്പൊ അതിനകത്തൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് വാണ്ടർവാൾസ് ഇന്ററാക്ഷൻസ് ഒക്കെ. ഓക്കെ ലീന, ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് വാണ്ടർവാൾസ് റേഡിയസ്. അപ്പൊ നമ്മളിപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഡിയസസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായോ? എവറിബഡി ക്ലിയർ? ടീച്ചർ അതൊന്നും കൂടി പറയാമോ? ഒന്നുകൂടെ പറയാം. വാണ്ടർവാൾസ് റേഡിയസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് മോളിക്യൂൾ. അപ്പൊ ഞാൻ ഈ മുകളിൽ കാണിച്ചിരിക്കുന്നത് എ ബി എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ്. എ ബി എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, അതിനകത്ത് 2 ആറ്റങ്ങളായി ഇത്. ഇത് വേറൊരു മോളിക്യൂൾ, അതിനകത്ത് 2 ആറ്റങ്ങളായി ഇത്. അതായത് ഇതൊരു മോളിക്യൂള്, ഇത് വേറൊരു മോളിക്യൂള്. എന്നാൽ ഈ മോളിക്യൂളിനകത്ത് ഈ ആറ്റത്തിന്റെ സെന്ററും രണ്ടാമത്തെ മോളിക്യൂളിനകത്തെ ആറ്റത്തിന്റെ സെന്ററും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്, അതിന്റെ ഹാഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ്, അതിനെയാണ് നമ്മൾ വാണ്ടർവാൾസ് റേഡിയസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വാണ്ടർവാൾസ് റേഡിയസ്. ചീട്ടിക്കകത്ത് നല്ലൊരു പിക്ചർ കിടപ്പുണ്ട്, നോക്കിക്കോണേ. അപ്പൊ ഇത് ഓരോന്നും ഡെഫിനിഷൻ അങ്ങനെ തന്നെ മനസ്സിലാക്കി ഒന്ന് എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ടെറി മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഓക്കെ. ടീച്ചർ, ചോദിച്ചോ മോനെ. അപ്പൊ ഈ മെറ്റാലിക് റേഡിയസ് തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ, അതൊന്ന് പറഞ്ഞുതരോ? മെറ്റാലിക് റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്റ്റൽ പ്യൂർലി നമ്മൾ മെറ്റൽസ് ആ കൺസിഡർ ചെയ്യുന്നത്, മനസ്സിലായോ? വാണ്ടർവാൾസ് റേഡിയസിനകത്ത് പ്യൂർലി മെറ്റൽസ് അല്ല, നോബിൾ ഗ്യാസസ് അല്ലേ. നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ നോൺ മെറ്റൽ അല്ലേ മോനെ? യെസ് മാം. നോൺ മെറ്റൽസ് ആ. മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ അവിടെ നോൺ മെറ്റലിന്റെ കേസ് അല്ല നമ്മൾ പറയുന്നത്. വി ആർ ടോക്കിംഗ് ഓൺലി അബൌട്ട് മെറ്റൽസ്. ഒരു ക്രിസ്റ്റൽ ഇരിക്കുന്ന എങ്ങനെ, ക്രിസ്റ്റലിനകത്ത് എന്താ, സോളിഡ് ആണ്. അതിനകത്ത് ആറ്റങ്ങൾ എന്ന് പറയുന്നത് മെറ്റൽസിനെ കുറിച്ചാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതോ നോൺ മെറ്റലുകളാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ടീച്ചർ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടത്തില്ല നമുക്ക്? ഞാൻ ഓഫ് കോഴ്സ് ഈ റേഡിയസ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിത് ആക്യുറസി ഇല്ല ഇതിനകത്ത്. അല്ല, കുറച്ചുകൂടെ കുറവായിരിക്കില്ലേ ഇതിനകത്ത്? എന്തോ ഇതിനകത്ത് കുറച്ചുകൂടെ കുറവായിരിക്കില്ലേ ഈ ഒരു മെത്തേഡ് ഓഫ് റേഡിയസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ? ആ മറ്റേക്കാളും കുറവായിരിക്കില്ലേ ഇത്? മറ്റേതിനേക്കാളും കുറവ് എന്ന് പറയാൻ അങ്ങനത്തെ ഒരു കമ്പാരിസൺ നമുക്ക് പറയാൻ പറ്റുമോ? ഡിപ്പെൻസ് അല്ലേ മോളിക്യൂളിനെ. കാരണം മോളിക്യൂൾസിനകത്തുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഒരു ഘടകമല്ലേ. അപ്പൊ അതിനെ ആശ്രയിച്ചിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ വാണ്ടർവാൾസ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഉണ്ട്, അത് വളരെ വീക്കാ. അപ്പൊ അതൊരു വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണേ. അപ്പം അതിന്റെ അർത്ഥം നമ്മൾ ചെറിയ എനർജി കൊടുത്താൽ തന്നെ ഇവര് വേർപിരിഞ്ഞങ്ങ് പോകും എന്നതിന്റെ അർത്ഥം. എന്നാ ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ ആണെങ്കിലോ സ്ട്രോങ് ആ. മനസ്സിലായോ? അതിനകത്തൊക്കെ ഒരു വാണ്ടർവാൾസ് ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം അത്തരത്തിലൊരു കമ്പാരിസണിനെ കുറിച്ച് ഒരു പഠനം ഞാൻ അത്ര നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഇപ്പൊ മോൻ ചോദിച്ച പോലെ മെറ്റാലിക് റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റൽസ് ആണ്. വാണ്ടർവാൾസ് റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോൺ മെറ്റലുകളാണ്. ഇപ്പൊ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ആറ്റോമിക് റേഡിയ ആയിക്കോട്ടെ അയണിക് റേഡിയ ആയിക്കോട്ടെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ആറ്റം എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു വസ്തുവാണ്. അപ്പൊ അതിന്റെ റേഡിയസ് നമ്മൾ എടുക്കുക എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു ചെറിയ അപാകതയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും തിയറിറ്റിക്കലിയാണ് നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എവിഡൻസസോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രൂഫുകളോ പറയുന്നതിനേക്കാൾ ഉപരി തിയറിറ്റിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ടേംസ് എല്ലാം. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു അത്. തിയറിറ്റിക്കലി മാത്രം ഒരു തിയറി നമുക്ക്
തെളിയിക്കാൻ പറ്റുമോ? പിന്നെ അപ്പൊ അതിന് പ്രൂഫ് ഉണ്ടാവും. പക്ഷെ ആ പ്രൂഫിനകത്ത് ആക്യുറസി കുറവായിരിക്കും. നമുക്ക് കറക്റ്റ് 2 ആറ്റത്തിനെ നമ്മുടെ മുന്നിൽ പിടിച്ച് നിർത്തിയിട്ട് ഇവരുടെ ന്യൂക്ലിയസിനകത്ത് കുത്തിക്കിഴിച്ചിട്ട് നമുക്ക് അവരുടെ ഡിസ്റ്റൻസിന്റെ ഹാഫ് എടുക്കാൻ പറ്റുമോ? ഈസ് ഇറ്റ് പോസിബിൾ? നമുക്കറിയില്ല. വി ഹാവ് ടു യൂസ് മെനി ടെക്നിക്സ്. നമ്മൾ ഡിഫറെന്റ് ടെക്നിക്സ് യൂസ് ചെയ്യണം. പിന്നെ അതിനകത്ത് എത്രത്തോളം ആക്യുറസി, ഒരു അപ്രോക്സിമേറ്റ് ഒക്കെ പറയാൻ പറ്റുമായിരിക്കും കേട്ടോ, ഏകദേശം ഒരു അപ്രോക്സിമേഷൻ ഒക്കെ പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ആക്യുറസി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്യുറസി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇതുവരെയായിട്ട് അങ്ങനെ ആരും ചെയ്തിട്ടില്ല മനസ്സിലാക്കിയിട്ടുള്ളത്. ആക്യുറസി. എന്തോ ഇതുവരെയായിട്ട് ആരും ആക്യുറസി കണ്ടുപിടിച്ചിട്ടില്ല. അല്ല സോറി, അതായത് അപ്രോക്സിമേറ്റ് മാത്രമായിട്ട് ഇതാക്കിയുള്ളൂ എന്ന് ചോദിച്ചാൽ. അങ്ങനെ ഈ കോൺസെപ്റ്റ് പറയുന്നത് തന്നെ അങ്ങനെയാ. ഈ കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാ. നമുക്ക് ഇത് തിയറട്ടിക്കലി ഉള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. പിന്നെ പറയും കേട്ടോ, വലിയ വലിയ മോളിക്യൂൾസ് ഒക്കെ വരുമ്പോൾ അതിന് കോവലന്റ് റേഡിയസ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഈ പറയുന്ന കോവലന്റ് റേഡിയസ് എടുക്കുമ്പോൾ അത് ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയില്ല. നമ്മൾ ആ തിയറട്ടിക്കലി പറയുന്നത് എന്താണോ അതാണെന്നുള്ളതാണ് നമ്മൾ അങ്ങ് കൺഫേം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വലിയ PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ചിലതിന്റെ ഒക്കെ റേഡിയസ് ആവശ്യമായിട്ട് വരും മോളിക്യൂൾസിന്റെ. അപ്പോൾ അത് നമുക്ക് ഗിവൺ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അത് ആക്യുറേറ്റ് ആണോ എന്നുള്ളത് നമുക്ക് വാദിക്കാനൊന്നും പറ്റില്ല. ടു സം എക്സ്റ്റെന്റ് അത് കറക്റ്റ് ആയിരിക്കാം, എന്തേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ കോൺസെപ്റ്റ് ഏകദേശം ഓക്കെയാണ്. ഇത്തരത്തിലേ നമുക്ക് അതിന്റെ റേഡിയസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറൊരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതായാലും ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്തരത്തിലൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഡെഫിനിഷൻ ആയിട്ടും പിന്നെ ഓർക്കുക, ഡെഫിനിഷൻ എഴുതുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ പടവും കൂടി ഒന്ന് വരച്ചു വെക്കുവാണെങ്കിലും ഒത്തിരി നല്ലതായിരിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വേരിയേഷൻ ഓഫ് ആറ്റോമിക് റേഡിയസ്. ഇത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വേണ്ടതാണ്. ഒരു പീരീഡിൽ എങ്ങനെയാണ് ഇത് വേരി ചെയ്യുന്നത് എന്നുള്ളതാണ്. അഭിഷേകിന് പറയാമോ ഒരു പീരീഡ് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നതെന്ന്? ഹൊറിസോണ്ടൽ റോ ആണോ വെർട്ടിക്കൽ കോളം ആണോ പീരീഡ് എന്ന് പറയുന്നത്? ഹൊറിസോണ്ടൽ ആണോ? ഹൊറിസോണ്ടൽ റോ ആണ് പീരീഡ്. ഹൊറിസോണ്ടൽ റോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങനെ എലമെന്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് പീരീഡ്. താഴോട്ട് ഇങ്ങനെ ഇത് കൺസിഡർ ചെയ്യുന്നതാണ് എന്ത്? ഗ്രൂപ്പ്. ഇത് ഗ്രൂപ്പും ഇത് പീരീഡ്. അപ്പൊ അത് ഓർത്തോണം, ഹൊറിസോണ്ടൽ റോ. അതാണ് പീരീഡ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വെർട്ടിക്കൽ കോളം. ഓക്കെ ആണോ? അപ്പം ഈ ഒരു പീരീഡ് നമ്മൾ പറയാം as we move from left to right. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എലമെന്റ്സ് ഇങ്ങനെ നോക്കുമ്പോൾ there is a regular decrease in the atomic radii of the representative elements. കേട്ടോ, അറ്റോമിക് റേഡിയസ് കുറഞ്ഞാ വരുന്നത്. അപ്പൊ അത് ആ ട്രെൻഡ് പഠിച്ചോളാം. ഇതൊരു റെഗുലർ ട്രെൻഡാ. പീരിയോഡിക് ടേബിളിനകത്ത് നമ്മൾ കാണുന്ന ട്രെൻഡാണ്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറയും. എന്നാൽ ഒരു ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിക്കേ, അറ്റോമിക് റേഡിയൈ ഇൻ എ ഗ്രൂപ്പ് increases as the atomic number increases. അറ്റോമിക് നമ്പർ കൂടുന്തോറും അറ്റോമിക് റേഡിയായും കൂടിയാണ് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയത്. ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല. എൻട്രൻസിന് ചോദിക്കുന്ന എലമെന്റ്സ് തരും. എലമെന്റ്സ് തന്നിട്ട് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ ഒക്കെ തന്നിട്ടായിരിക്കും ചോദിക്കുക. എന്നിട്ട് അപ്പൊ നമുക്ക് ഈ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് എലമെന്റ് ആ തന്നിരിക്കുന്നതെങ്കിൽ മുന്നോട്ട് അറ്റോമിക് നമ്പർ കൂടുന്തോറും അറ്റോമിക് റേഡിയ കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഒരു ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ സൈസ് കൂടിയാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയത് കേട്ടോ. ഓക്കെ, ഈ പോയിന്റ് എല്ലാവർക്കും കിട്ടിയോ? മനസ്സിലായോ എവരിബഡി? ഓക്കെ, എൽവിൻ, ഐവിൻ, റെജി, ആൻസ് എല്ലാവർക്കും മനസ്സിലായോ? ആൻസ് ഓക്കെ. ടോണി, ജോൺ പോൾ,
ദീപു, ടെസ മരിയ, ചെറി ജിം, യെസ് ക്ലിയർ ആയി ടീച്ചർ. ജിനോബ് ജോബിഷ്, ജിനോബ് ഇല്ലേ? ഓക്കെ. ആൻമരിയ ഷാജി. മനസ്സിലായി ടീച്ചർ. ഓക്കെ, എഴുതി എടുത്തു കഴിഞ്ഞാൽ പറയണേ. ഇനി നോക്കിക്കേ, ഇനി പറയാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഈ പീരീഡിനകത്ത് ആൽക്കലി മെറ്റലിന്റെ ലാർജസ്റ്റ് സൈസ് കണ്ടോ, ആൽക്കലി മെറ്റൽസ് ഓഫ് ദി ലാർജസ്റ്റ് സൈസ്. കാരണം ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്ന ആൽക്കലി മെറ്റലാ. ആൽക്കലി മെറ്റൽ കഴിഞ്ഞാൽ പിന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റലാ അല്ലെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽ വരും. പിന്നെ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഡി ബ്ലോക്ക് ആണ്, അങ്ങേയറ്റത്ത് പി ബ്ലോക്ക് എലമെന്റ്സ്, ബെക്കനോഫ് എന്ന് നമ്മൾ എഴുതിയേക്കുന്നത് അല്ലെ. ഇങ്ങനെയല്ല എലമെന്റ്സ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൈസ് കൂടുതൽ ആർക്കാ? ആൽക്കലി മെറ്റൽസിന്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ സൈസ് കുറഞ്ഞാ വരുന്നത് കേട്ടോ. ഏറ്റവും ചെറിയ സൈസ് ആർക്കാ? ഹാലജൻസിന്. ദേ ഹാവ് ദ സ്മോളസ്റ്റ് സൈസ്. ഹാലജൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫാമിലി, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ അവര്. സൈസ് ഓഫ് ദി ആറ്റംസ് ഓഫ് ദി ഇനേർട്ട് ഗ്യാസസ് ആർ however larger than those of the preceding halogens because in inert gases van der Waals radii are taken into consideration. അപ്പൊ ഈ ഹാലജൻ, ഈ നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് ഉണ്ടല്ലോ, നോബിൾ ഗ്യാസസ്, ഈ നോബിൾ ഗ്യാസസിനകത്ത് ഈ വാൻ ഡെർ വാൾസ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഈ വാൻ ഡെർ വാൾസ് റേഡിയായി നമ്മൾ പരിഗണിക്കുന്നുള്ളത് കൊണ്ട് ഈ ഹാലോജൻസിന്റെ സൈസിനേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടുതലായിരിക്കും ഇനേർട്ട് ഗ്യാസസിന് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു കമ്പാരിസൺ പഠിക്കാം. ഓക്കെ, വാൻ ഡെർ വാൾസ് റേഡിയസ്. അപ്പൊ അഭിഷേകിന് കുറച്ചുകൂടെ ക്ലിയർ ആയി കാണും അല്ലേ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ. വാൻ ഡെർ വാൾസ് റേഡിയസ് ഗ്രേറ്റർ ദാൻ മെറ്റാലിക്, ഗ്രേറ്റർ ദാൻ കോവലന്റ്. വലിയ ഡ്രാസ്റ്റിക് വ്യത്യാസമല്ല, ടു സം എക്സ്റ്റെന്റ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അതിന്റെ തിയറിറ്റിക്കലുള്ള കാര്യങ്ങൾ. വാൻ ഡെർ വാൾസ് റേഡിയസ്, ദെൻ മെറ്റാലിക്, ദെൻ കോവലന്റ്. ഇതൊരു ബോക്സിനകത്ത് ഇട്ട് വെച്ചേക്കണേ ഈ പോയിന്റ്, ദിസ് പോയിന്റ്. പിന്നെ ഓർക്കുക, ആൽക്കലി മെറ്റൽ ആണ് ലാർജസ്റ്റ് സൈസ് എന്ന് ഓർക്കുക, ഹാലജൻസിനാണ് സ്മോളസ്റ്റ് സൈസ് എന്ന് ഓർക്കുക. പിന്നെ ഇനേർട്ട് ഗ്യാസസിന് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ ലെഫ്റ്റിലെ സൈസ് കൂടുതലാണ്, റൈറ്റിലേക്ക് വരുന്തോറും സൈസ് കുറഞ്ഞാ വരുന്നത്. ഏറ്റവും സൈസ് കുറവ് ഹാലജൻസിനാണ്. ഹാലജൻ കഴിഞ്ഞിരിക്കുന്ന ആളാണ് നോബിൾ ഗ്യാസസ്. പക്ഷെ നോബിൾ ഗ്യാസസിന് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ്, അത് തന്നെയാണ് ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്, അവർക്ക് കുറച്ചുകൂടെ സൈസ് കൂടാനുള്ള കാരണം നമ്മൾ അവിടെ വാൻ ഡെർ വാൾസ് റേഡിയായി പരിഗണിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇത്രയും പോയിന്റ് ഒന്ന് എടുത്തു പഠിച്ചേക്കണം കേട്ടോ. ഇതെല്ലാം എൻട്രൻസ് പോയിന്റിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അഭിഷേകേ ഓക്കെ ആണോ? യെസ് മിസ്. ടീച്ചർ അവസാനത്തൊന്ന് പറയാമോ? ഇതിന്റെ വാൻ ഡെർ വാൾ റേഡിയസ് ഇസ് ഗ്രേറ്റർ ദാൻ മെറ്റാലിക് റേഡിയസ് ഒന്ന് പറയാമോ? അങ്ങനെയാ, റേഡിയസ് കാണുന്നത് വാൻ ഡെർ വാൾസ് റേഡിയസ് ആയിരിക്കും കുറച്ച് ഹയർ ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ വീക്ക് മോളിക്കുലർ ഇന്ററാക്ഷൻ ആണ് വാൻ ഡെർ വാൾസ് ഇന്ററാക്ഷൻസ് എന്നുള്ളത്. അപ്പൊ മേ ബി ചില കേസസിൽ അങ്ങനെ വരാം. വാൻ ഡെർ വാൾസിന്റെ റേഡിയസ് നമ്മൾ മറ്റുള്ളത് വെച്ച് പരിഗണിച്ച് നോക്കുമ്പോൾ അല്ലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഹയർ ആണ്. അതിനേക്കാൾ കുറവായിരിക്കും മെറ്റാലിക് റേഡിയസ്, മെറ്റൽസിന്റെ കേസിൽ അതിനേക്കാൾ കുറവായിരിക്കും കോവലന്റിൻ റേഡിയസ്. കാരണം മെറ്റലിനല്ലേ സൈസ് കൂടുതൽ നോൺ മെറ്റലിനേക്കാളും. കോവലന്റ് നമ്മൾ സാധാരണ കാണുന്നത് നോൺ മെറ്റൽസിന്റെ കേസിലല്ലേ, നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞതാ F2, Cl2, O2, Br2 ഒക്കെ കേസിലല്ലേ നമ്മൾ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. നോൺ മെറ്റൽസിന്റെ കേസിലല്ലേ. അപ്പം സൈസിന്റെ ഓർഡർ നമ്മൾ പഠിക്കുമ്പം ഏറ്റവും സൈസ് കൂടുതൽ ആർക്കാ? മെറ്റൽസിനല്ലേ. മെറ്റലിനല്ലേ സൈസ് കൂടുതൽ, മെറ്റലല്ലേ ആൽക്കലി മെറ്റൽസ് അല്ലേ. അപ്പൊ ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആർക്കേ വരത്തുള്ളൂ കൂടുതൽ? മെറ്റാലിക് റേഡിയസിനല്ലേ വരത്തുള്ളൂ.
ഇവരെക്കാളും സൈസ് കുറവല്ലേ കോവലന്റിന്. ഇനി വാണ്ടർവാൾസ് റേഡിയസിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് ഇന്ററാക്ഷൻ ആയതുകൊണ്ടും ഡിഫറെന്റ് മോളിക്യൂൾസിനിടയിലുള്ള ദൂരം ആയതുകൊണ്ടും ആണ് നമ്മൾ ഇവരെ രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് സ്ലൈറ്റ് ഇൻക്രീസ് വരും വാണ്ടർവാൾസിൽ. ഐവിൻ എന്ന് പറഞ്ഞ ഐവിനെ അക്രോസ് ദ പീരീഡ് സൈസ് ഏറ്റവും കൂടുതൽ ആർക്കാ? ഐവിൻ റെജി ആൻസർ പറയാമോ? ആൽക്കലൈൻ മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ്. ഓക്കെ, ആൻമരിയ പറഞ്ഞ ആൻസർ ഏറ്റവും സൈസ് കുറവാർക്കാ? ഹാലജൻസ്. ഹാലജൻസിനാണ് ഏറ്റവും സൈസ് കുറവ്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അഭിഷേക് പറഞ്ഞേ ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസിന്റെ ട്രെൻഡ് എങ്ങനാ? ഡൗൺ ദ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിൽ നമ്മൾ Atomic radii increases from top to bottom. Very good, very good. So from top to bottom atomic radii increases. Okay, fine. Tony എന്ന് പറഞ്ഞേ ടോണി across the period എങ്ങനെയായിരിക്കും atomic radii? Atomic size എങ്ങനെയാ from across the period? Across the period atomic size decreases. Excellent, very good. Atomic size മക്കളെ ഈ 4 പോയിന്റ് ഓർത്തിരിക്കേണ്ടത്. പഠിച്ചോ എല്ലാരും? എല്ലാരും പഠിച്ചോ? ഏറ്റവും സൈസ് കൂടിയത് ആർക്കാണ്? ഇത് പറഞ്ഞേ, ഏറ്റവും സൈസ് കൂടിയത് ആർക്കാ? Alkaline metals. ആൽക്കലി മെറ്റൽസ്. ഏറ്റവും സൈസ് കുറവാർക്കാ? Halogens. ഹാലോജൻസിനാണ്. ഡൗൺ ദ ഗ്രൂപ്പ് എങ്ങനെയാണ് സൈസ്? Size increases. ഇൻക്രീസ് ചെയ്യുന്നു. അക്രോസ് ദ പീരീഡ് സൈസ് Decreases. Decreases. വെരി ഗുഡ്. മക്കളെ ഇത്രയും പഠിച്ചാൽ മതി, അതിനകത്ത് എല്ലാ പോയിന്റ്സും ആയി കേട്ടോ. ഇത് എഴുതിയെടുത്തോ? ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ എഴുതിയെടുത്തോ? ടെറി എഴുതിയെടുത്തോ? ടോണി? Yes, teacher. ഓക്കെ, ആൻസ്, എലീന എഴുതിയെടുത്തു? പിള്ളേരെല്ലാരും എഴുതിയെടുക്കുന്നുണ്ടോ? ജോൺ പോൾ? ദീപു, ടെസ മരിയ, ജിനോ, മാൻ മരിയ, എലൻസിയ. ഓക്കെ, എല്ലാരും എഴുതിയെടുത്തോ? ഓക്കെ, ഗുഡ്. ഈ സ്ലൈഡ് മാറ്റിക്കോട്ടെ. ഓക്കെ, അറ്റോമിക് റേഡിയ വിത്ത് അറ്റോമിക് നമ്പർ അക്രോസ് ദ സെക്കൻഡ് പീരീഡ് ഉണ്ടോ? അറ്റോമിക് നമ്പർ ആ കേട്ടോ, അറ്റോമിക് റേഡിയസ് ആ പറയുന്നത്. ലിഥിയത്തിന് ഏറ്റവും കൂടുതൽ കണ്ടോ കുറഞ്ഞു വരുന്നത് കണ്ടോ? ബെറിലിയം, പിന്നെ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ കണ്ടോ കുറഞ്ഞു. അറ്റോമിക് വൈ ആക്സിസ് റേഡിയസ് ആ കേട്ടോ. വൈ ആക്സിസ് കിടക്കുന്ന റേഡിയസും എക്സ് ആക്സിസ് അറ്റോമിക് നമ്പറുമാണ്. അപ്പൊ അതിങ്ങനെ കുറഞ്ഞ് കണ്ടോ ഡിക്രീസ് ആയിട്ട് വരിക. ലിഥിയത്തിന് ഏറ്റവും കൂടുതൽ മാക്സിമം കുറഞ്ഞു വരുന്നുണ്ട്. അറ്റോമിക് നമ്പറും അറ്റോമിക് റേഡിയായി ഡൗൺ ദ ഗ്രൂപ്പ് പറയുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം കണ്ടോ കൂടുന്ന കണ്ടോ? ഇൻക്രീസ്. അതുപോലെ തന്നെ ഫ്ലൂറിൻ ഏറ്റവും കുറവ്. ദെൻ ക്ലോറിൻ കൂടുന്നു. ബ്രോമിൻ, അയഡിന് വീണ്ടും കൂടുന്നു. 72, 119, 99, 114, പിന്നെ 133. ഓക്കെ, ഇത് NCERT-ക്കകത്ത് ഡയഗ്രം കിടപ്പുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം. 2 പോയിന്റ്. ഏതൊക്കെ പോയിന്റ് ആണ്? അക്രോസ് ദ പീരീഡ് അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നു? അക്രോസ് ദ പീരീഡ് അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നു? Decreases. ഡിക്രീസസ്. ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് സംഭവിക്കുന്നു? ഡൗൺ ദ ഗ്രൂപ്പ് Increases. Increases. വെരി ഗുഡ്. ആ പോയിന്റ് ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്തത് അയോണിക് റേഡിയസ്. Ions are formed when neutral atom lose one or more electron or gain one or more electron.
അപ്പൊ അയോൺ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള അയോണാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നൊരു മെറ്റൽ, ഇതൊരു ഒരു ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ ഈ ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ നമുക്ക് എം പ്ലസ് എന്ന് കിട്ടും കേട്ടോ. ഒരു ഇലക്ട്രോൺ പോയി, ഇത് ലോസ് ഓഫ് ഇലക്ട്രോൺ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ എം പ്ലസിനെ നമ്മൾ എന്താ വിളിക്കുക? കാറ്റയോൺ എന്ന് വിളിക്കും അല്ലെ? കാറ്റയോൺ. ശരിയല്ലേ? ശരിയാണോ? ഇനി ഒരു ന്യൂട്രൽ ആറ്റം ഇരിക്കുക, ചാർജ് ഒന്നുമില്ല, അതൊരു ഇലക്ട്രോണിനെ വാങ്ങിച്ചു കഴിയുമ്പം എം മൈനസ് ആവും. വാട്ട് ഇസ് ദിസ് എം മൈനസ്? Anion. അപ്പൊ ഈ രണ്ട് അയോണാണ് നമ്മൾ പഠിക്കുന്നത്, കാറ്റയോണും ആനയോണും അല്ലെ? അയോൺസ് രണ്ടെണ്ണേ നമ്മൾ പഠിക്കുന്നുള്ളൂ, കാറ്റയോണും ആനയോണും. ഇനി എന്താ അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ് and the outermost shell of an ion is called ionic radius. Ionic radius. അതായത് ഒരു അയോണിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ തൊട്ട് ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെയുള്ള ദൂരം, ഈ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണിക് റേഡിയസ് എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് പറഞ്ഞ്, ചുമ്മാ ഒരു സിമ്പിൾ ലോജിക്കിൽ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, കാറ്റയോണിനാണോ ആനയോണിനായിരിക്കുമോ സൈസ് കൂടുക? കാറ്റയോണിനായിരിക്കുമോ ആനയോണിനായിരിക്കുമോ? കാറ്റയോൺ എന്ന് പറയുമ്പോ ഇപ്പം ഒരു ഉദാഹരണം മിസ് പറയാവേ. Na+, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ 2, 8, 1 എന്നല്ലേ വരിക? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. സോഡിയത്തിന്റെ കേസായി പറയുന്നത്, ന്യൂട്രൽ ആറ്റം സോഡിയത്തിന്റെ. ഇനി അത് Na+ ആയി കഴിയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് 1 ഇലക്ട്രോൺ അങ്ങ് പോകത്തില്ലേ? അപ്പൊ ഇത് കണ്ടോ, മൂന്നാമത്തെ ഷെല്ല് അങ്ങ് പോയി. ഷെല്ല് പോകുമ്പോ ഇതിന്റെ സൈസ് കുറയുമല്ലേ ചെയ്യുന്നേ? സൈസ് കുറയുമല്ലേ ചെയ്യുന്നേ? അതെ ടീച്ചർ. അതെ. അതേസമയം ക്ലോറിൻ ആണെങ്കിലോ 1 ഇലക്ട്രോണും കൂടെ വരുവാ ചെയ്യുന്നത് അല്ല, 1 ഇലക്ട്രോണും കൂടെ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുക. അപ്പൊ കാറ്റയോണിന്റെ ആണ് സൈസ് ഓട്ടോമാറ്റിക്കലി കുറയുന്നത് ആനയോണിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ ഈ പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. റേഡിയസ് ഓഫ് ദ കാറ്റയോൺ is always smaller than its parent atom. അതിന്റെ പേരന്റ് ആറ്റത്തിനേക്കാളും കാറ്റയോൺ, ഇപ്പൊ സോഡിയത്തെക്കാളും അല്ല, Na+, ഇങ്ങനല്ലേ വരിക? ശരിയാണോ? ഈ കമ്പാരിസൺ ശരിയാണോ? Na അല്ലേ പേരന്റ് ആറ്റം? ഈ പേരന്റ് ആറ്റത്തിനേക്കാളും സൈസ് കുറവല്ലേ Na+ന്? ഇതിന് 3 ഷെല്ല് ഉണ്ടായിരുന്നു, ഇതിന് 2 ഷെല്ലല്ലേ ഉള്ളൂ. കറക്റ്റ് ആണോ മക്കളെ? ശരിയല്ലേ? എൽവിൻ, Yes, teacher. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? Yes. Yes. അയോണിക് റേഡിയസ് എന്താന്ന് പറഞ്ഞത് പിടികിട്ടോ? ഒന്ന് പറഞ്ഞ അയോണിക് റേഡിയസ് ഏതൊക്കെ അയോൺസ് ആണ് നമുക്ക് അറിയാവുന്നത്? വിച്ച് ആർ ദി 2 അയോൺസ്? നമുക്ക് അറിയാവുന്ന അയോൺസ് ആരൊക്കെയാണ്? Anion. ആനയോണും കാറ്റയോണും. എന്താണ് കാറ്റയോൺ? കാറ്റയോൺ ആരാ? കാറ്റയോണിന്റെ ചാർജ് എന്താ? Positive. പോസിറ്റീവ് സ്പീഷീസ് ആണ്. വെരി ഗുഡ്. ആനയോൺ എന്താണ്? ആനയോൺ Negative. നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അതാ പറഞ്ഞിരിക്കുന്നത് അയോൺസ് ആർ ഫോംഡ് വെൻ ന്യൂട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ചാർജ് ഒന്നും ഇല്ല. ആ ന്യൂട്രൽ ആറ്റം ലൂസ് 1 or more ഇലക്ട്രോൺ. ഒന്നെങ്കിൽ ഇലക്ട്രോൺ അതിന് നഷ്ടപ്പെടണം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം? ഇലക്ട്രോൺസിനെ വാങ്ങിക്കണം. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജും കിട്ടും, ഇലക്ട്രോണിനെ വാങ്ങിക്കുമ്പോൾ അതിന് നെഗറ്റീവ് ചാർജും കിട്ടും. മെറ്റൽ വിത്ത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതാണ് കാറ്റയോൺ. തെറ്റിക്കരുത് കേട്ടോ. മെറ്റൽ വിത്ത് പോസിറ്റീവ് ചാർജ് കാറ്റയോണും മെറ്റൽ വിത്ത് നെഗറ്റീവ് ചാർജ് ആനയോണുമാണ്. ക്ലിയർ ആണോ? എവറിബഡി, ഈസ് ഇറ്റ് ക്ലിയർ? ടെറി, ഓക്കെ? സെലീന, Yes, teacher. ഓക്കെ ആണോ? മനസ്സിലായോ മോനെ? അലൻസിയ, ഓക്കെ.
ആൻഡ് മേരി, അഭിഷേക് മനസ്സിലായോ മോനെ? യെസ് മിസ്. ഓക്കെ, എഴുതിയെടുത്തോണേ പോയിന്റ്സ്. കഴിഞ്ഞോ മക്കളെ? എഴുതി കഴിഞ്ഞോ? ഫിനിഷ്ഡ്? Yes, teacher. ഓക്കെ, എവരിബഡി ക്ലിയർ അല്ലേ? അശ്വതി ഒന്ന് ടൈപ്പ് ചെയ്തേ ചാറ്റ് ബോക്സിൽ. ഓക്കെ മോനെ, മനസ്സിലായോ? നമ്മൾ പറഞ്ഞതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ വളരെ സ്ലോ ഇല്ല, നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ അനുസരിച്ചാണ് പോകുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എന്തോ മോനെ, നിങ്ങൾ ആരും സംസാരിച്ചെന്ന് ഞാൻ കേട്ടില്ല. സംസാരിച്ചപ്പോ വോയിസ് ബ്രേക്ക് ആയി, ഞാൻ കേട്ടില്ല. ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തു കേട്ടോ. മിസ് ആ തേർഡ് പോയിന്റ് ഒന്നും കൂടി റിപ്പീറ്റ് ആക്കാമോ? ആ പറയാം മോനെ. തേർഡ് പോയിന്റ് ഇതല്ലേ, റേഡിയസ് ഓഫ് ദ കാറ്റയോൺ അല്ലേ? യെസ്. Radius of the cation is always smaller than the atomic radius of its parent atom. പറയുന്നത് ഈ സോഡിയം ആണ് ഇതിന്റെ പേരന്റ് ആറ്റം. ഈ പേരന്റ് ആറ്റത്തിനകത്തു നിന്നാണ് ഒരു ഇലക്ട്രോൺ പോയത്. അങ്ങനെയാ നമുക്ക് Na+ കിട്ടുന്നത്. ഞാൻ സംസാരിക്കുന്നതിന്റെ എക്കോയാണോ വരുന്നത്? Yes, teacher. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറയുന്നേ? യെസ്. ഹലോ, കേൾക്കാമോ ഞാൻ പറയുന്നേ? എന്തെങ്കിലും തടസ്സമുണ്ടോ? എനിക്ക് എക്കോ പോലെ ഫീൽ ചെയ്യുന്നതാ ഞാൻ ചോദിച്ചേ. മൈക്ക് ഓൺ ആക്കി ഉണ്ടല്ലോ തോന്നുന്നു. ഞാൻ സംസാരിക്കുമ്പം നിങ്ങൾ ആരെങ്കിലും മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേക്കാമോ? അത് കഴിഞ്ഞിട്ട് മിസ് ടൈം തരാവേ. എനിക്കൊന്ന് അതാണ്. സംബഡീസ് മൈക്ക് ഹാസ് ഓപ്പൺ, സോ അതൊന്ന് ക്ലോസ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ സംസാരിക്കാൻ നേരം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോ, നോ പ്രോബ്ലം. ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. മോനെ, മിസ് പറയുന്നത് ശ്രദ്ധിച്ചോ. റേഡിയസ് ഓഫ് ദ കാറ്റയോൺ ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ദ അറ്റോമിക് റേഡിയസ് ഓഫ് ഇറ്റ്സ് പേരന്റ് ആറ്റം എന്ന് പറഞ്ഞാൽ സോഡിയം എന്ന് പറയുന്ന പേരന്റ് ആറ്റത്തിൽ നിന്നാണ് നമ്മൾ ഒരു ഇലക്ട്രോൺ കളഞ്ഞത്. ഒരു ഇലക്ട്രോൺ കളഞ്ഞിട്ട് നമുക്ക് Na+ കിട്ടിയത്. ഇനി ഈ പേരന്റിനെയും നമുക്കിപ്പോ കിട്ടിയ Na+ കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ആർക്കായിരിക്കും അവിടെ സൈസ് കുറവ്?
Na+-നായിരിക്കത്തില്ലേ മോനെ? യെസ് യെസ് മനസ്സിലായോടാ? യെസ് യെസ് കിട്ടിയോ മനസ്സിലായി പറഞ്ഞത്? യെസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. ഇപ്പൊ അതല്ലാതെ നിങ്ങൾ ആനയോണിനെയും കാറ്റയോണിനെയും കമ്പയർ ചെയ്താലും കാറ്റയോണിനാണ് സൈസ് കുറവ്. അത് ഹയർ ക്ലാസ്സസ് വരുമ്പോൾ നിങ്ങൾ അത് പഠിക്കും. ഓക്കെ, ഈ ആനിയോൺ സ്മോളർ ദാൻ പാരന്റ് ആയിട്ടും വരത്തില്ലല്ലേ? ഒരിക്കലും വരത്തില്ലല്ലേ? ഏതാ മോനെ? അങ്ങനെ ആനിയോൺ വരത്തില്ലല്ലോ. ഒരു ഷെല്ല് കൂടാനുള്ള ചാൻസസ് അല്ലേ കൂടുതല്. ഓക്കെ. ഒരു ഇലക്ട്രോണും കൂടെ വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഷെല്ല് കൂടാം, അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന ഷെല്ലിലേക്കായിരിക്കും ഒരു ഇലക്ട്രോൺ വരുന്നത്. അപ്പൊ നമുക്കത് അങ്ങനെയും ഗ്രേറ്റർ വരാം, ദാൻ രണ്ട് പാരന്റ് ചാൻസസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പറയത്തില്ല അനിയോണിന്റെ കേസിൽ. നോക്കാം താഴോട്ട്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കേസ് ഉണ്ട്, ലൈസോ ഇലക്ട്രോണിക് സ്പീഷീസ്. വളരെ പ്രധാനപ്പെട്ടത്. ഈ 2 വർഷം മുമ്പുള്ളായിരുന്ന നീറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന അർത്ഥം കേട്ടോ. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് അർത്ഥം. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് അർത്ഥം. സോ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആർ ദോസ് വിച്ച് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. കണ്ടോ, മിസ് എക്സാമ്പിൾ കാണിക്കാവേ. ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരെ എല്ലാവാ നമ്മള് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ലെറ്റ് മീ ടേക്ക് വൺ എക്സാമ്പിൾ. ഇവർ ഐസോ ഇലക്ട്രോണിക് ആണോ? ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 17 അല്ലേ? ക്ലോറിൻ 17 അല്ലേ മക്കളെ? എന്ന് പറഞ്ഞേ. അപ്പൊ -1 എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ കൂടെ വരും. അപ്പൊ 17 വന്നു എത്രയായി? 18 ഇലക്ട്രോൺ ആയില്ലേ? Am I right മക്കളെ? കറക്റ്റ് അല്ലേ? Yes, teacher. ഇനി പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 19. 19. വെരി ഗുഡ്. +1 എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പോയി. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടുക? 18 ഇലക്ട്രോൺ കിട്ടി. അപ്പൊ Cl- ഉം K+ഉം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ലേ? Yes, teacher. യെസ്, ദാറ്റ്സ് ഇറ്റ്. അതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. മക്കളെ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ കീം എഴുതിയാലും ഇത് ചോദിക്കും, നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയാലും ചോദിക്കും, നിങ്ങൾ എഞ്ചിനീയറിംഗിന്റെ എക്സാം JEE മെയിൻ എഴുതിയാലും ചോദിക്കും. ആൻഡ് ദിസ് ഇസ് എ ഷുവർ ക്വസ്റ്റ്യൻ ഫോർ എനി വൺ ഓഫ് ദി എൻട്രൻസ് എക്സാം. ഏതെങ്കിലും ഒരു എൻട്രൻസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി ഇതിന്റെ സൈസിന്റെ കമ്പാരിസണും ചോദിക്കും. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാന്ന് ചോദിക്കും. റെഗുലർ ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയത് കേട്ടോ. അതുപോലെ തന്നെ ഇനി ബോർഡ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും ചോദിക്കും, എക്സ്പ്ലെയിൻ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന്. അപ്പൊ ഇതൊന്ന് പഠിച്ചോണേ. ഇനി ഇവരുടെ സൈസ് ഡിക്രീസസ്. ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ കൂടുന്തോറും സൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇത് നോക്കേ. ഈ പോയിന്റ് എഴുതിയതിനു ശേഷം എക്സാമ്പിൾ തരാം. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിന് വേണം ഞാൻ ഇതൊന്ന് എഴുതിയിട്ട് അടുത്ത പോയിന്റ്സ് പറഞ്ഞിട്ട് എക്സാമ്പിളിലേക്ക് വരാവേ.
മക്കളെ എഴുതി കഴിഞ്ഞോ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എഴുതിയോ? ഐവിൻ, അശ്വതി, ടെറി എല്ലാരും എഴുതിയോ? Yes, teacher. എഴുതി ടീച്ചർ. Okay. Among isoelectronic species, as the magnitude of positive charge increases, ശ്രദ്ധിച്ചോണേ ഈ പോയിന്റ്, പോസിറ്റീവ് ചാർജ് കൂടുവാണെങ്കിൽ സൈസ് ഡിക്രീസ് ചെയ്യും. ഈ പോയിന്റ് ഓർത്ത് വെച്ചോണേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പോസിറ്റീവ് ചാർജ് കൂടുവാണെങ്കിൽ സൈസ് കുറയും. അതുപോലെ ഐസോ ഇലക്ട്രോണിക് ആനിയോൺസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ നെഗറ്റീവ് ചാർജ് കൂടുവാന്നുണ്ടെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്യും. ഒന്ന് ഓർത്ത് വെച്ചേ. അപ്പൊ വലിയ നെഗറ്റീവ് ചാർജിനായിരിക്കത്തില്ലേ സൈസ് കൂടുതല്? -3, -2, -1 എന്ന് പറഞ്ഞ സൈസ് കൂടുതൽ ആർക്കായിരിക്കും? ആർക്കായിരിക്കും എൽവിനെ പറയാമോ? അശ്വതി പറയാമോ മോളെ? ആർക്കായിരിക്കും സൈസ് കൂടുക? M-3, M-2, M-1 എന്നാണെങ്കിൽ സൈസ് കൂടുതൽ ആർക്കായിരിക്കും? M-3 ആയിരിക്കും. അതുകൊണ്ടല്ലേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ നെഗറ്റീവ് ചാർജ് ഇൻക്രീസസ്, സൈസ് ഇൻക്രീസസ് എന്നാ പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്, അതൊന്ന് എഴുതിയിട്ടേ. ഒന്ന് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള കാറ്റയോൺസിന്റെ കമ്പാരിസണും മറ്റേത് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള ആനയോൺസിന്റെ കമ്പാരിസണും. ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നമുക്ക് ആറ്റംസിനെ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാവോ? അയോണിനെ മാത്രം അയോൺസ് ആടാ കൂടുതലുള്ളത്. ആറ്റംസ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ആറ്റംസിനെ വെച്ച് ഏതാറ്റത്തിന് അങ്ങനെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളേ? അല്ല, ഇപ്പം അല്ല, ഒരു അയോണും ഒരു ആറ്റവും വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കില്ലേ? ഒരു അയോണും ഒരു ആറ്റവും വേണേ വരാം. ആണോ? ആറ്റങ്ങൾ തന്നെ വരികയല്ലോ. കാര്യം എല്ലാ ആറ്റത്തിനും ഡിഫറെന്റ് അല്ലേ അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ അല്ലേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ആറ്റത്തിനെയും ഇതിനെയും വേണേ കമ്പയർ ചെയ്യാം കേട്ടോ. അതിനെ കമ്പയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ നിയോൺ എത്രയാണ് അറ്റോമിക് നമ്പർ? നിയോൺ നിയോൺ അറ്റോമിക് നമ്പർ എത്രയാണെന്ന്? 10. ആ, അപ്പൊ ഇനി ഇതൊന്ന് നോക്കി. F-ഓ? ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 9. ആ, ഒരു ഇലക്ട്രോൺ കൂടെ വരുമ്പോ എത്രയായി? 10 ഇലക്ട്രോൺ. അപ്പൊ ഇവര് തമ്മിൽ പറയത്തില്ലേ? മോനിപ്പോ ചോദിച്ചില്ലേ ഒരു ആറ്റവും ഒരു അയോണും പറ്റുമോന്ന്? പറ്റും. ഐസോടോപ്സിന്റെ കേസിൽ ഇത് പറ്റുമോ? ഐസോടോപ്സിന്റെ കേസിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ്. ഐസോടോപ്പിന്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റങ്ങൾ വ്യത്യാസമല്ലേ മോനെ? അല്ല, ന്യൂട്രോണുകളാ വ്യത്യാസം അല്ലേ? ന്യൂട്രോൺസ് അല്ലേ വ്യത്യാസം വരുന്നേ ഐസോടോപ്പിന്? ടോപ്പ് അല്ലേ ഡിഫറെന്റ് അതെ. അല്ലേ? ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പ് അല്ലേ ഡിഫറെന്റ് വരിക? ഹൈഡ്രജൻ നമ്മൾ പറയുന്ന 1H1, 2H1, 3H1 എന്നല്ലേ പറയാ? അപ്പൊ സെയിം നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ സെയിം ആണല്ലോ ഇവർക്കെല്ലാം. ഓക്കെ ടീച്ചർ. പക്ഷെ ഡിഫറെന്റ് അല്ലല്ലോ, അയോൺസ് അല്ലല്ലോ ഐസോടോപ്പുകളെ. അവരുടെ പേരന്റ് എലമെന്റ് സെയിം അല്ലേ? റൂട്ട് എലമെന്റ് സെയിം അല്ലേ? ഓക്കെ, ഇതൊന്ന് നോക്കിക്കേ. ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത് കേട്ടോ, നീറ്റിനൊക്കെ ചോദിച്ചത്. സൈസ് ഓഫ് ദ കാറ്റയോൺ ഓഫ് ദ സെയിം എലമെന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പോസിറ്റീവ് ചാർജ്. ഞാൻ പറഞ്ഞില്ലേ N3- ഏറ്റവും കൂടുതൽ സൈസ് കൂടുതൽ. പിന്നെ O2- കണ്ടോ? പിന്നെ F-, പിന്നെ നിയോൺ, പിന്നെ Na+, Mg2+, അലൂമിനിയം 3+. നൈട്രജനാ. നൈട്രജന് 7, 3 ഇലക്ട്രോണും കൂടെ വന്നു കഴിയുമ്പം റൂട്ട് എലമെന്റാ പറയുന്നത് 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10, സോഡിയം എത്ര? 11 മഗ്നീഷ്യം 12, അലൂമിനിയം 13. ഇനി ഇതെല്ലാം ഐസോ ഇലക്ട്രോണിക് ആണോ നോക്കാം. നൈട്രജൻ 7 3 ഇലക്ട്രോൺ കൂടെ വന്നപ്പോ എത്രയായി? 10 ഇലക്ട്രോൺസ് ആയി. ഓക്സിജൻ 8 2 ഇലക്ട്രോൺസ് കൂടെ വരുമ്പോ എത്രയായി? 10 ഇലക്ട്രോൺ ആയി.
ഫ്ലൂറിൻ 9 ആണ്. ഒരു ഇലക്ട്രോൺ കൂടെ വരുമ്പോ എത്രയായി? 10 ഇലക്ട്രോൺ ആണ്. നിയോണിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 10. സോഡിയം 11 ഇലക്ട്രോൺ ആണ്. Na+ എന്ന് പറയുമ്പോൾ അത് എത്രയായി? 10 ഇലക്ട്രോൺസ് ആയി. മഗ്നീഷ്യം 12 ആണ്. അതിൽ നിന്ന് 2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ പോകും. അപ്പൊ 10 ഇലക്ട്രോൺസ്. അലൂമിനിയം 13 ആണ്. അതിൽ നിന്ന് 3 ഇലക്ട്രോൺസ് പോകും. അപ്പൊ 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇതെല്ലാം 10 ഇലക്ട്രോൺസ് ആണ്. ഇതെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജ്. അപ്പം നെഗറ്റീവ് ചാർജിന് വരുന്നതിനായിരിക്കും സൈസ് കൂടുതൽ. അങ്ങനെ കുറഞ്ഞു പോസിറ്റീവ് ചാർജിനായിരിക്കും ഏറ്റവും സൈസ് കുറവ് വരിക. പഠിച്ചോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കോ, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ മക്കളെ, ഓക്കെ ആണോ? യെസ് ടീച്ചർ. ഓക്കെ, എഴുതിയെടുത്തോ എല്ലാരും? Yes, miss. ഇനി അടുത്തതാണ് അയണൈസേഷൻ എൻതാൽപ്പി. അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ ഞാൻ ആദ്യം ഡെഫിനിഷൻ ഒന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവേ. The minimum amount of energy required to remove most loosely bounded electron from an isolated atom in the gaseous state of an element so as to convert it into gaseous monovalent positive ion. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആറ്റം നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്ത് അതിന്റെ സെന്റർ ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളുണ്ട്. കെ ഷെല്ല് വരും. ആദ്യം കെ ഷെല്ലാണ്, പിന്നെ എൽ ഷെല്ല് വരും, എം ഷെല്ല് വരും, എൻ ഷെല്ല് വരും. അങ്ങനെ പുറത്തേക്ക് ഷെൽസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും ഏതൊരു ആറ്റം ആയിക്കോട്ടെ, അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് ന്യൂക്ലിയസുമായിട്ടുള്ള ആകർഷണം താരതമ്യേന കുറവായിരിക്കും. അപ്പൊ ഏറ്റവും പുറത്തുള്ള ഒരു ഇലക്ട്രോണിനെ കളയാൻ വേണ്ടി എത്രത്തോളം എനർജിയാണോ ഒരു ആറ്റത്തിന് വേണ്ടത്, അതിനെയാണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. The minimum energy that required to remove most loosely bounded electron. ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ കളയാൻ വേണ്ടി എത്രത്തോളം എനർജി ആണോ ഒരു ആറ്റത്തിന് ആവശ്യമായിട്ടുള്ളത്, അതിനെയാണ് അതിന്റെ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? കുഞ്ഞുങ്ങളെ ക്ലിയർ ആണോ? ഞാൻ പറയാം. സോഡിയം 11 ആറ്റോമിക് നമ്പർ. അപ്പൊ 2, 8, 1. ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, പിന്നത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. മൂന്നാമത്തെ ഷെല്ലില് 1 ഇലക്ട്രോൺ. സോ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണിനെ കളയാൻ എത്രത്തോളം എനർജി ഇതിന് വേണം? അതാണ് സോഡിയത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അയണൈസേഷൻ എൻതാൽപ്പിക്ക് IE1 എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ ആദ്യത്തെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഇരിക്കുന്ന ഇലക്ട്രോണിനെ കളയുമ്പോൾ ആദ്യത്തെ അയണൈസേഷൻ എൻതാൽപ്പി. ഇനി അടുത്ത ഷെല്ലിൽ 1 ഇലക്ട്രോണിനെ കളയുമ്പോൾ രണ്ടാമത്തെ അയണൈസേഷൻ എൻതാൽപ്പിയെ, വീണ്ടും 1 ഇലക്ട്രോണിനെ കളയുമ്പോൾ മൂന്നാമത്തെ അയണൈസേഷൻ എൻതാൽപ്പി നമുക്കങ്ങനെ പറയാം. ഇതിന്റെ യൂണിറ്റ് കണ്ടു, ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിലും എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ കിലോ ജൂൾ എനർജി അല്ലേ, അപ്പം കിലോ ജൂൾ പെർ മോളിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? എവറിബഡി അയണൈസേഷൻ ക്ലിയർ ആണോ?
അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? എവറിബഡി ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. എവറിബഡി ക്ലിയർ? ടീച്ചർ അതിനകത്ത് ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് എൻ എലമെന്റ് എന്നോ? അതെ ഐസൊലേറ്റഡ് ആറ്റം. അങ്ങനെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഐസൊലേറ്റഡ് ആറ്റം എന്ന് പറഞ്ഞാൽ അതിന് ചാർജ് ഇല്ലല്ലോ. ഐസൊലേറ്റഡ് ആറ്റം എന്ന് പറയുമ്പോൾ ചാർജ് ഉണ്ടോ? കാറ്റോണും അല്ല ആനിയോണും അല്ല. ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് എൻ എലമെന്റ്. എന്നിട്ട് നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ അങ്ങനെയാ പറയുന്നത്, ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന, അല്ല ഗേഷ്യസ് അതിന്റെ ആ സ്റ്റേറ്റിനെ അങ്ങ് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന, അല്ലാതെ ചാർജ് ഒന്നും ഇല്ലാതിരിക്കുന്ന ആറ്റത്തിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ അത് പിന്നെ പോസിറ്റീവായി എന്ന് പറഞ്ഞാൽ അത് പിന്നെ കാറ്റയോൺ ആയി. ഇപ്പൊ എന്നെ ആണെങ്കിൽ എന്നേക്കകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ അത് Na+ അല്ലേ? അതാ പറഞ്ഞ മോണോവാലന്റ് പോസിറ്റീവ് അയോണായി മാറും. മോണോവാലന്റ് പോസിറ്റീവ് അയോൺ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക, അയണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, കോൺസെപ്റ്റ് കിട്ടിയോ? എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്നുള്ളൊരു കോൺസെപ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്? യെസ് ടീച്ചർ അയണൈസേഷൻ എൻതാൽപ്പി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളുടെ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ബോർഡ് എക്സാം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. CBSE ഒക്കെയാണ് ഡയറക്റ്റ് ചോദിക്കുക അയണൈസേഷൻ എൻതാൽപ്പി. ടീച്ചർ ഇക്വേഷൻ എന്താ മീൻ ചെയ്യുന്നേ? ഇത് മെറ്റല് ന്യൂട്രൽ മെറ്റല്. ഈ എനർജി E1 എന്ന് പറയുമ്പോൾ എനർജി ഇതിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പോയി. ഉണ്ടോ? ഒരു ഇലക്ട്രോൺ പോയി. അപ്പൊ മെറ്റൽ എന്തായിട്ട് മാറി? പോസിറ്റീവായിട്ട് മാറി. അതായി കാണിച്ചിരിക്കുന്നത്. ഇതൊരു ന്യൂട്രൽ മെറ്റലാ. ഇതൊരു ന്യൂട്രൽ ആറ്റോ. ന്യൂട്രൽ ആറ്റമിന്റെ ഗേഷ്യസ് സ്റ്റേറ്റ് ആയി കൊടുത്തിരിക്കുന്നുണ്ടോ? അതിന് E1 എന്ന് പറഞ്ഞാൽ എനർജി കിട്ടി. ഇത്ര എനർജി ഇതിന് വേണം. ഈ എനർജി കിട്ടി കഴിഞ്ഞപ്പോൾ അതെന്തായി? അതിനകത്തുനിന്ന് ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പുറത്തേക്ക് പോയി. അപ്പൊ അത് M+ ആയി. മനസ്സിലായോ ഇക്വേഷൻ എന്താ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്? താങ്ക് യു. ഓക്കെ. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എൻതാൽപ്പി ഒന്ന് പഠിക്കണം കേട്ടോ. ഒരു ഫാക്ടർ അയണൈസേഷൻ എൻതാൽപ്പി അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സൈസ്. അയണൈസേഷൻ എൻതാൽപ്പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് സൈസാ. സൈസ് കുറവുള്ളവർക്ക് അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലായിരിക്കും. സൈസ് കുറവുള്ളവർക്ക് അയണൈസേഷൻ എന്തായിരിക്കും അഭിഷേക് കാരണം? പറയാൻ പറ്റുമോ എന്തുകൊണ്ടായിരിക്കും സൈസ് കുറവുള്ളവർക്ക് അയണൈസേഷൻ എൻതാൽപ്പി കൂടുക? നമ്പർ ഓഫ് സെൽസിന്റെ കുറവായിരിക്കും. അപ്പൊ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുതലായിരിക്കും. എക്സലന്റ്, ദാറ്റ്സ് എ പോയിന്റ്. ഇപ്പൊ ഷെൽസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സൈസ് കുറവാണല്ലോ. സൈസ് കുറവായതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന് ഈ പുറത്തോട്ടുള്ള ഇലക്ട്രോൺസുമായിട്ടുള്ള ആകർഷണം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ കൂടുതൽ എനർജി കൊടുത്താലല്ലേ പുറത്തുള്ള ഇലക്ട്രോൺ പോവുള്ളൂ. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി കൂടുമോ? പറഞ്ഞ കറക്റ്റ് പോയിന്റ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായോ? എവറിബഡി മക്കളെ ഇത് ചോദിക്കാം കേട്ടോ. സൈസ് എങ്ങനെയാണ് സൈസിന്റെ ഈ ഇപ്പൊ സ്റ്റേറ്റ് ബോർഡ് ഒക്കെയാണ് അവർ ഇങ്ങനത്തെ ഇച്ചിരി ട്വിസ്റ്റിംഗ് ആയിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് സൈസും അയണൈസേഷൻ എനർജിയും തമ്മിൽ കമ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ചോദിക്കും. അപ്പൊ ഒബ്വിയസ്ലി അവർ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇതാണ്, അറ്റോമിക് സൈസ് കുറയുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കി കറക്റ്റ് ആൻസർ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് ആ സ്ക്രീനിങ് ഇഫക്റ്റ്. സ്ക്രീനിങ് എഫക്റ്റ് കൂടുവാണെങ്കിൽ അയണൈസേഷൻ എനർജി കുറവല്ലേ? ആർക്കെങ്കിലും പറയാമോ അതെന്തായിരിക്കും എന്ന്? അങ്ങനെ നമ്മൾ ഓൾറെഡി സ്ക്രീനിങ് ഇഫക്റ്റും ഷീൽഡിങ് ഇഫക്റ്റും ഒക്കെ പഠിച്ചായിരുന്നു. സ്ക്രീനിങ് ഇഫക്റ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ അയണൈസേഷൻ എനർജി വളരെ കുറവായിരിക്കും എന്നല്ലേ ഈ പറഞ്ഞേക്കുന്നേ? എങ്ങനെ നിങ്ങൾക്ക് അതിനെ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇഫക്റ്റീവ് ന്യൂക്ലിയേസ് കുറവായതുകൊണ്ടാണോ? എന്തോ ഇഫക്റ്റീവ് ന്യൂക്ലിയേസ് കുറവായതുകൊണ്ടാണോ?
എന്താ മോനെ പറഞ്ഞേ? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആ കുറവാണ്. സ്ക്രീനിങ് എഫക്റ്റ് കൂടുതലല്ലേ? സ്ക്രീനിങ് എഫക്റ്റ് കൂടുമ്പോൾ ന്യൂക്ലിയസിന് പുറത്തോട്ടുള്ള ആകർഷണം കുറയുമല്ലേ, കാരണം ഇടയ്ക്കുള്ള ഇലക്ട്രോൺ ഇങ്ങനെ സ്ക്രീനായിട്ട് നിൽക്കുമല്ലേ. അപ്പൊ പുറത്തോട്ടുള്ള ഇലക്ട്രോൺസിനോടുള്ള ആകർഷണം കുറവല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ പോരെ, ചാടി പോയിക്കോളുകയല്ലേ പുറത്തുള്ളവര്. പറഞ്ഞു മനസ്സിലായോ? കിട്ടിയോ മോനെ പറഞ്ഞ പോയിന്റ്? മനസ്സിലായി. ആ അതായത് ന്യൂക്ലിയസ് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ന്യൂക്ലിയസിനകത്ത് ഏറ്റവും പുറത്തിരിക്കുന്ന ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, പക്ഷെ അകത്തുള്ള ഇലക്ട്രോൺ ഇങ്ങനെ ഒരു സ്ക്രീൻ പോലെ നിൽക്കുവാണ്. അപ്പൊ ഇതിങ്ങനെ സ്ക്രീനായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ന്യൂക്ലിയസിന് പുറത്തോട്ടുള്ള ഇലക്ട്രോണിന്റെ ആകർഷണം കുറവാ. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ മതി, കാരണം ന്യൂക്ലിയസിന് വലിയ ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. കുറച്ച് എനർജി കൊടുക്കുമ്പോൾ തന്നെ ഇലക്ട്രോൺ ചാടിപ്പൊക്കോളും. കിട്ടിയോ മക്കളെ ആ പോയിന്റ്? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി? എവറിബഡി ക്ലിയർ? ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ റിമൈനിങ് പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഒബ്വിയസ്ലി അയണൈസേഷൻ എനർജി കൂടും. ഇനി ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് ഇലക്ട്രോൺസിനെ നമുക്ക് കളയാൻ പറ്റത്തുള്ളൂ. അത് ഓർത്ത് വെച്ചോണം. ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡും കേട്ടോ. ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ ഡി 5 ഇലക്ട്രോൺ, ഡി 5 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡാ. ഡിക്കകത്ത് 10 ഇലക്ട്രോൺ ഉള്ള അത് കംപ്ലീറ്റ്ലി ഫിൽഡാ. അപ്പൊ അതിനകത്തുനിന്നൊക്കെ അതൊക്കെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന കോൺഫിഗറേഷനാ. അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണെ കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. അതായി പറഞ്ഞിരിക്കുന്നത്. The ionization enthalpy is rather higher than the expected value in the case of such atoms. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന മോളിക്യൂൾസ്, ദ സ്റ്റേബിൾ ഓർ ദ സ്റ്റേബിളിസ്റ്റ്, സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന മോളിക്യൂൾസിനകത്തുനിന്ന് ഇലക്ട്രോൺസിനെ കളയണമെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് മോർ എനർജി. നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും വാല്യൂ വരിക. ക്ലിയർ ആണോ മക്കളെ പറഞ്ഞത്? Do you understand everybody? Do you understand? Okay, മോനെ ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തോളെ. ഇപ്പൊ ഗ്രൂപ്പ് ടു ആണെങ്കിൽ 1s2 അല്ലേ മോനെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2 എസിനകത്ത് 2 ഇലക്ട്രോൺ, ഇവർ സ്റ്റേബിളാ. ഇതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ കളയണമെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കണം. അതുപോലെ ഗ്രൂപ്പ് 15 എന്ന് പറയുമ്പോഴത്തേക്കിന് P3 അല്ലേ വരിക. അപ്പൊ പിക്കകത്തുണ്ട് 3 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡ് അല്ലേ അല്ലേ ഗ്രൂപ്പ് 15. അതുണ്ടോ? പിക്കകത്ത് മൊത്തം കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറയുമ്പോൾ 6 ഇലക്ട്രോണാ. ഇത് 3 ഇലക്ട്രോൺ അല്ലേ വരിക. അപ്പൊ ഇത് സ്റ്റേബിളാ, ഹാഫ് ഫിൽഡ്. അപ്പൊ ഇതിനകത്തു നിന്നൊക്കെ ഒരു ഇലക്ട്രോണെ പോണേ വലിയ പ്രയാസ. അതുപോലെ ഗ്രൂപ്പ് 18 എന്ന് പറഞ്ഞ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. അതിനകത്തുനിന്ന് ഒരാളെ കളയാന്ന് പറഞ്ഞാൽ വി ഹാവ് ടു പ്രൊവൈഡ് മോർ ആൻഡ് മോർ എനർജി. അതായി പറഞ്ഞിരിക്കുന്നത്. സോ ഗ്രൂപ്പ് 18 അകത്തു നിന്നൊക്കെ ഇലക്ട്രോൺസ് പോണെങ്കിൽ വെരി വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും. ഇത് ഹാഫ് ഫിൽഡ് മോർ സ്റ്റേബിൾ ആയിരിക്കുന്നത് ക്രോമിയം കോപ്പറും അല്ലേ? അത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മാത്രമാ. അത് ക്രോമിയം കോപ്പർ ഏതൊരു ഹാഫ് ഫിൽഡിനകത്തും കുറച്ചും കൂടെ മോർ എനർജി അല്ലേ, മോർ സ്റ്റേബിൾ അല്ല? അതെ, അതല്ലേ ഞാനിപ്പോ എസിന്റെ കാര്യം പറഞ്ഞേ. എസിനകത്ത് മാക്സിമം 2 ഇലക്ട്രോണാ. പക്ഷെ എസിനകത്ത് ആ 2 ഇലക്ട്രോൺ അത് സ്റ്റേബിളാ. പക്ഷെ അതിനകത്ത് നിന്നൊരു ഇലക്ട്രോൺ പോകുമ്പോൾ പ്രശ്നമാണ്. അതുപോലെ പിക്കകത്ത് 6 ഇലക്ട്രോണാ. പിയുടെ ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസാ. അതാ ഗ്രൂപ്പ് 15 എന്ന് പറഞ്ഞേക്കുന്നത്. അലീനയ്ക്കൊക്കെ മനസ്സിലായോ അശ്വതി? Yes, teacher.
Okay, finished everybody? എല്ലാവർക്കും ഈ പോയിന്റ്സ് ക്ലിയർ ആണോ മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ. ന്യൂക്ലിയർ ചാർജ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. S orbital is more close to the nucleus than p orbital. So that is easier to remove electron from a p orbital in comparison to s. But general ionization enthalpy ഓർബിറ്റൽസിന്റെ ഓർഡർ വരിക എസിന് കൂടുതൽ നമ്മൾ എനർജി കൊടുക്കണം. പിക്ക് കുറവായിരിക്കും, ഡിക്ക് കുറവായിരിക്കും, എഫിന് തീരെ കുറവായിരിക്കും കേട്ടോ. ദിസ് ഈസ് ദ ഓർഡർ. കാരണം എസ് ന്യൂക്ലിയസിനോട് അടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസിന്റെ ഭയങ്കര ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എസ് ഓർബിറ്റലിന്, അത്ര ഇല്ല പിക്ക്. കുറച്ചുകൂടെ കുറവായിരിക്കും ഡിക്ക്, അതിനേക്കാൾ കുറവായിരിക്കും എഫ് ഓർബിറ്റൽസിന്. ഓക്കെ. Finished. ആൻമരിയ, ഷാജി മനസ്സിലായോ? ദീപു, അയന, ദിയ മരിയ, ഡൊമിനിക് ജോർജ് മനസ്സിലായോ? മനസ്സിലായി. ജോസഫ്, എമി മരിയ മനസ്സിലായോ മോനെ? Yes, teacher. ജോൺ പോൾ, രൂപൻ, റൊസീറ്റ ക്ലിയർ ആണോ? സഞ്ജയ്, സുനിൽ. ഓക്കെ ഓക്കെ ഫൈൻ. ടെസ മരിയ. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ, മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇഫ് എനിബഡി വോണ്ട്സ് മോർ ക്ലാരിഫിക്കേഷൻസ് വി വിൽ ഡിസ്കസ്, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ കേട്ടോ. ഓക്കെ. അയ്യോ, എഴുതി കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ? അഭിഷേക്, ഫിനിഷ്ഡ്? ഓക്കെ. വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എന്താൽപ്പി നോക്കിക്കോ. ഒരു നോർമൽ ഗ്രൂപ്പിലാണെങ്കിൽ ടോപ്പ് ടു ബോട്ടം അയണൈസേഷൻ എന്താൽപ്പി കുറയുന്നു. കാരണം സൈസ് കൂടുവല്ലേ, ടോപ്പ് ടു ബോട്ടം സൈസ് കൂടുക. സൈസ് കൂടുമ്പം ന്യൂക്ലിയസിന്റെ ആകർഷണത്തിൽ നിന്ന് ഒത്തിരി അകന്നായിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് എനർജി കൊടുത്താൽ മതി, ചാടിപ്പൊക്കോളും. അതാണ് ഗ്രൂപ്പ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ടോപ്പ് ടു ബോട്ടം അയണൈസേഷൻ എന്താൽപ്പി ഡിക്രീസസ്. എന്നാൽ ഇതിന്റെ പീരീഡ് നമ്മൾ നോക്കുമ്പം അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണിത്. വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എന്താൽപ്പി അക്രോസ് ദ പീരീഡ്. ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ സൈസ് കുറയുക ചെയ്യുന്നത്. സൈസ് കുറയുമ്പോൾ ന്യൂക്ലിയസിന് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എന്താൽപ്പി വളരെ കൂടുതലായിരിക്കും. എന്നാൽ നമ്മൾ ടോപ്പ് ടു ബോട്ടം നോക്കുമ്പോൾ
സൈസ് വളരെ കൂടുതലായതുകൊണ്ട് അതിന്റെ റേഡിയസ് വളരെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവായിരിക്കും. ഓക്കെ, എവരിബഡി ക്ലിയർ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ് ക്ലിയർ ആണോ? യെസ് ടീച്ചർ. ഓക്കെ. അടുത്ത പറഞ്ഞോട്ടെ. ചില എലമെന്റ്സിനകത്തുണ്ടല്ലോ Yes. abnormal values are observed at certain elements having stable configuration. ഇതുണ്ട് ലിഥിയം, ബോറോൺ, ബെറിൽ. ഇതുണ്ടോ ബോറോൺ? 13ാമത്തെ ഗ്രൂപ്പ് അല്ലേ ബോറോൺ? കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ മിസ് പറയുന്നേ. അക്രോസ് ദ പീരീഡ് എന്നല്ലേ മിസ് പറഞ്ഞത്? അപ്പൊ ലിഥിയം കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി വരേണ്ടത് ആരാ? ലിഥിയം 1 അല്ലേ? 1 കഴിഞ്ഞ് പിന്നെ 2 അല്ലേ വരണ്ടേ? ബെറിലിയം അല്ലേ വരേണ്ടത്? പക്ഷെ ഇവിടെ തല തിരിഞ്ഞാ വന്നിരിക്കുന്നത് കേട്ടോ. ബോറോണിനാണ് ബെറിലിയത്തിനേക്കാളും സൈസ് കുറവ്. കണ്ടോ ചില അബ്നോർമാലിറ്റി കണ്ടോ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിക്ക് ആയോ? അതായത് അക്രോസ് ദ പീരീഡ്. അപ്പൊ ലിഥിയമാണ് നമ്മുടെ ഗ്രൂപ്പ് 1. അത് കഴിഞ്ഞ് ഗ്രൂപ്പ് 2 അല്ലേ വരണ്ടേ? പക്ഷെ ഇത് കണ്ടോ ഗ്രൂപ്പ് 13 കഴിഞ്ഞിട്ടാ ഗ്രൂപ്പ് 2 വന്നേക്കുന്നത്. പിന്നെ കാർബൺ, അതുപോലെ നൈട്രജൻ കഴിഞ്ഞിട്ടല്ലേ ഓക്സിജൻ വരേണ്ടത്? നൈട്രജൻ 15ാമത്തെ ഗ്രൂപ്പാ. അത് കഴിഞ്ഞ് വേണ്ടേ ഓക്സിജൻ വരാൻ? പക്ഷെ ഓക്സിജൻ ആദ്യം വന്നേക്കുന്നത്, അത് കഴിഞ്ഞിട്ടാ നൈട്രജൻ. ആ ഓർഡർ ഉണ്ടോ? പിന്നെ ഫ്ലൂറിന്, പിന്നെ നിയോൺ. അപ്പൊ ഇതിങ്ങനെ പഠിക്കണം കേട്ടോ. ചില അബ്നോർമാലിറ്റി, അതായത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉള്ളതിനെ കൂടെ നമ്മൾ പരിഗണിച്ചിട്ട് മിസ് എഴുതിയിരിക്കുന്ന ഓർഡർ ആണ്. ഇതൊന്ന് പഠിച്ചോണേ, ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ സോഡിയം കഴിഞ്ഞിട്ട് മഗ്നീഷ്യം ആയിരുന്നു വരേണ്ടത്. അപ്പോൾ അലൂമിനിയം കഴിഞ്ഞിട്ടാ മഗ്നീഷ്യം. സിലിക്കൺ, പിന്നെ ഫോസ്ഫറസ് കഴിഞ്ഞിട്ടായിരുന്നു സൾഫർ വരേണ്ടത്. പക്ഷെ സൾഫർ കഴിഞ്ഞിട്ടാണ് ഫോസ്ഫറസ് വന്നേക്കുന്നത്. ദെൻ ക്ലോറിൻ, ദെൻ ആർഗൺ. പിന്നത്തെ പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, എപ്പോഴും ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയേക്കാളും കൂടുതലായിരിക്കും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. അതിനേക്കാൾ കൂടുതലായിരിക്കും തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊരു മെറ്റലാ. മെറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോഴാണ് M+ ആകുന്നത്. ഇതാണ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി M+ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഡെഫിഷ്യന്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്പീഷീസാ. ഇതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പോവോ? കാരണം ഇലക്ട്രോണിനും പോസിറ്റീവ് ചാർജിനും തമ്മിൽ നല്ല ആകർഷണമുണ്ട്. ഇത് M+ ആയിട്ടായിരിക്കുന്നത്, പോസിറ്റീവ് സ്പീഷീസ്. അപ്പൊ അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോവോ? ഒത്തിരി എനർജി കൊടുക്കണ്ടേ നമ്മള്? ഒരുപാട് എനർജി കൊടുത്തിട്ടാണ് ഒരു ഇലക്ട്രോണെ നമ്മൾ കളയുന്നത്. അതാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി M2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ പോണം. അപ്പൊ അതെന്താവും? വീണ്ടും ഹൈലി പോസിറ്റീവ് ചാർജ് 2+. അപ്പൊ അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണെ കൊടുക്കാന്ന് പറഞ്ഞാൽ വി ഹാവ് ടു പ്രൊവൈഡ് മോർ എനർജി. ഒരുപാട് എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. അതാ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയേക്കാളും കൂടുതലായിരിക്കും സെക്കൻഡ്, അതിനേക്കാൾ കൂടുതലായിരിക്കും തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. മനസ്സിലായോ എല്ലാവർക്കും? ഇതൊന്ന് എഴുതിയെടുത്തേക്കണേ എല്ലാവരും.
എൽവിൻ ക്ലിയർ ആണോ? എൽവിൻ പി ലിജു ഒന്നും കൂടി പറയാമോ? എനിക്ക് നെറ്റ് ഒന്നുകൂടി. പ്രോബ്ലം ഉണ്ടായിരുന്നു. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയേക്കാളും കൂടുതലായിരിക്കും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി, അതിനേക്കാൾ കൂടുതലായിരിക്കും തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂട്രൽ ആറ്റമാണ്. ഇതിനകത്തു നിന്നാണ് ഒരു ഇലക്ട്രോൺ പോകുന്നത്, അപ്പൊ അത് M+ ആയി. ഇതാണ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ M+, ഇതൊരു പോസിറ്റീവ് ചാർജ്, ഡെഫിഷ്യൻ്റാ. ഇതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പോകാൻ വലിയ പ്രയാസമാണ്, കാരണം ഇത് പോസിറ്റീവ് ആയതുകൊണ്ടും ഇലക്ട്രോണിന് ഈ പോസിറ്റീവിനോട് ആകർഷണം ഉള്ളത് കൊണ്ടും ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പോണ വലിയ പ്രയാസമാണ്. സോ ഇറ്റ് ബിക്കം M2+ + 1 ഇലക്ട്രോൺ. ഇതാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി അടുത്തത് M2+ കൊണ്ട് ഹൈലി പോസിറ്റീവ് ചാർജ്, അതിനകത്തുനിന്ന് വേണം അടുത്ത ഇലക്ട്രോൺ പോകാൻ, M3+. So we have to provide more and more energy. But third ionization enthalpy എപ്പോഴും കൂടുതൽ when compared to the second and first. അതാ പറഞ്ഞത്. ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്, അറ്റോമിക് നമ്പർ ഓർഡർ പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് എഴുതിയേക്കുന്ന അയണൈസേഷൻ എൻതാൽപ്പി ആണ്. എക്സ് ആക്സിസിൽ അറ്റോമിക് നമ്പർ ഉണ്ട്. ലിഥിയം ഏറ്റവും കുറവ്, പിന്നെ വരുന്നതുണ്ട് ബെറീലിയം, അത് കഴിഞ്ഞിട്ട് ബോറോൺ, പിന്നെ നൈട്രജൻ, അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ, പിന്നെ ഫ്ലൂറിൻ, പിന്നെ ഏറ്റവും കൂടുതൽ നിയോണിന. അതുപോലെ ലിഥിയത്തിന് ഏറ്റവും കുറവ്, പിന്നെ സോഡിയം, പൊട്ടാസ്യത്തിന് കൂടുതൽ, റുബീഡിയത്തിന് കൂടുതൽ, സീഷ്യനും. സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് അക്രോസ് ദ ഗ്രൂപ്പ് ആയി, അലോങ് ദ ഗ്രൂപ്പ്. ഗ്രൂപ്പ് കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത്, ഇത് അക്രോസ് പീരീഡാ. മനസ്സിലായോ? Yes, teacher. In each period, alkali metals show lowest first ionization enthalpy. ഓരോ പീരീഡിലും ആൽക്കലി മെറ്റൽസിനായിരിക്കും ഏറ്റവും ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വരിക. സീഷ്യത്തിനാണ് ഏറ്റവും കുറവ് വാല്യൂ കേട്ടോ, സീഷ്യം ആസ് ദ മിനിമം വാല്യൂ. ഇനി നോബിൾ ഗ്യാസസിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് കാണിക്കുക. ഹീലിയത്തിനാണ് മാക്സിമം വാല്യൂ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി, ഹീലിയം. നോട്ട് ചെയ്തോണം കേട്ടോ, നോബിൾ ഗ്യാസസിനല്ലേ ഏറ്റവും സൈസ് കുറവ്, അവർക്കായിരിക്കും ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ഇതിനകത്ത് ഹീലിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ. അശ്വതിയൊക്കെ നോട്ട് എഴുതി എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ.
ഓക്കെ, നോട്ട് ചെയ്തോ എല്ലാരും? Yes. ഇനി ലാർജസ്റ്റ് ജംപ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എനർജി in the case of alkali metal as NS1 configuration changes to inert gas configuration. അതായത് NS1 ആയിരുന്നത്, 1 എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽ ആണല്ലോ, അത് ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ആകുന്ന എപ്പോഴാ? 1s2 ആകുമ്പോഴല്ലേ, എസിനകത്ത് 2 ഇലക്ട്രോൺ വരുമ്പോഴല്ലേ. അപ്പൊ ലാർജസ്റ്റ് ജമ്പ് ആയിരിക്കും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ തെറാപ്പി. ദ ലാർജസ്റ്റ് ജമ്പ് ബിറ്റ്വീൻ ionization energy, second ionization energy and third ionization energy വരുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. നമുക്ക് ഒരു ഉദാഹരണം പറയാം. സോഡിയത്തിനാണെങ്കിൽ തന്നെ ഇതൊരു ആൽക്കലി മെറ്റൽ ആണല്ലോ, ഇതൊരു ആൽക്കലി മെറ്റൽ അല്ലേ? സോഡിയം എന്ന് പറയുന്ന ഒരു ആൽക്കലി മെറ്റൽ അല്ലേ? ഫസ്റ്റ് അയണൈസേഷൻ എനർജി വളരെ എളുപ്പമാണ്, വളരെ ലോ ആയിരിക്കും. കാരണം ഈ ഒരു ഇലക്ട്രോണിനെ പെട്ടെന്ന് കളയും, കാരണം സ്റ്റേബിൾ അല്ലേ പിന്നെ വരുന്നേ, സോ ലോ ആയിരിക്കും. സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നതോ, ഈ 8 എണ്ണത്തിനകത്തുനിന്ന് വേണ്ട ഒരെണ്ണം പോകാൻ. 8 എന്ന് പറഞ്ഞാൽ ഒക്ടക്റ്റ് ആയിട്ട് ഇരിക്കുക. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പോണേ ഭയങ്കര ഹൈ അല്ലേ വരിക? മനസ്സിലായോ പറഞ്ഞത്? Yes, miss. ആ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊരെണ്ണം, മഗ്നീഷ്യം. മഗ്നീഷ്യം ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണല്ലോ. ഇങ്ങനല്ലേ വരുന്നത്? ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണത്തിനകത്തുനിന്ന് ഒരെണ്ണം പോകണം, അത് ഹൈ ആയിരിക്കും അല്ലേ? പിന്നെ അയണൈസേഷൻ എനർജി 2ഓ, ഇതിനകത്തുനിന്ന് ഒരെണ്ണം വേഗം പോകും, കാരണം പിന്നെ 8 ഇലക്ട്രോൺ സ്റ്റേബിൾ അല്ലേ വരുന്നത്, അതുകൊണ്ട് ലോ ആയിരിക്കത്തില്ലേ. എന്നാൽ അയണൈസേഷൻ എനർജി 3 എത്ര, എങ്ങനെ ആയിരിക്കും? കണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള 8 ഇലക്ട്രോണിനകത്തുനിന്ന് വേണ്ട ഒരെണ്ണം പോകാൻ. അപ്പൊ ഇത് ഭയങ്കര ഹൈ ആയിരിക്കും കേട്ടോ. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണെങ്കിൽ സെക്കൻഡ് ടു തേർഡ് ആയിരിക്കും വലിയ ജമ്പ് വരിക. ആൽക്കലി മെറ്റൽസിലാണെങ്കിൽ ഫസ്റ്റ് ടു സെക്കൻഡ് തന്നെ ഹൈ ജമ്പ് ആയിരിക്കും. കിട്ടിയോ പറഞ്ഞത്? Yes, teacher. അഭിഷേകൊക്കെ എന്ത് ചെയ്യും? ഒന്നും മിണ്ടുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടോ? സഞ്ജയ്, ടെറി, ടോണി? Yes, teacher.
എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? നമ്മൾ പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചേ. ഡൗട്ട് ഒന്നുമില്ല, എല്ലാവർക്കും മനസ്സിലായോ തിയറി നമ്മൾ പഠിച്ചത്? Any doubts? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എവറിബഡി ഇൻ ദ ക്ലാസ്. സി വെർച്വൽ ക്ലാസ് റൂംസിലൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് ഭയങ്കര ഡള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ എവറിബഡി ഈസ് റെസ്പോണ്ടിങ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അത് ഡിസ്കസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന ക്ലാസ് വളരെ ലൈവായിട്ട് പോകും കേട്ടോ. നോട്ട് റെസ്പോണ്ടിങ് അതൊരു ഭയങ്കര ഓക്വേർഡാ. ബിക്കോസ് നിങ്ങൾ എങ്ങനെയാണോ നേരിട്ടൊരു ക്ലാസ് ഫേസ് ചെയ്യുന്നത് അതേ സീരിയസ്നെസ്സോടും ഇമ്പോർട്ടൻസോടും കൂടെ ഇരുന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയ ഒരു റിസൾട്ടിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ എവറിബഡി. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ആരും ഒന്നും പറഞ്ഞില്ല ഇതുവരെ. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? ഓക്കെ ആണോ എവറിബഡി? അപ്പൊ ഇത്രയും ഒന്ന് പഠിച്ചേച്ചു വരണം നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മിസ്. ഓക്കെ, Thank you, teacher. Thank you.